ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ശരത് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് 2023 ഏപ്രിൽ മാസം 1-ാം ഭാഗമാണ്. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായ മലയാളി. അപ്പോൾ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായ മലയാളിയാണ് പ്രൊഫസർ വി നാഗ്ദാസ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി, കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ വി നാഗ്ദാസ്. അടുത്ത ചോദ്യം, സാംസ്കാരിക വകുപ്പിന്റെ തകഴി സാഹിത്യ പുരസ്കാരം 2023 നേടിയത്. അപ്പം ചോദ്യം ഒന്നുകൂടി, സാംസ്കാരിക വകുപ്പിന്റെ തകഴി സാഹിത്യ പുരസ്കാരം 2023 നേടിയത് എം മുകുന്ദനാണ്. അപ്പോൾ എഴുത്തുകാരനായിട്ടുള്ള എം മുകുന്ദനാണ് സാംസ്കാരിക വകുപ്പിന്റെ തകഴി സാഹിത്യ പുരസ്കാരം 2023 നേടിയത്. അടുത്ത ചോദ്യം, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് മലയാറ്റൂർ അവാർഡ് നേടിയതാര്? അപ്പോൾ ഒന്നുകൂടെ ചോദ്യം, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് മലയാറ്റൂർ അവാർഡ് നേടിയതാര്? ഉത്തരം ബെന്യാമിനാണ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. അപ്പോൾ ഒന്നുകൂടി, ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് നേടിയത് VK ദീപ. അപ്പോൾ ഒന്നുകൂടി, മലയാറ്റൂർ പ്രൈസ് അല്ലെങ്കിൽ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് നേടിയത് VK ദീപയാണ്. VK ദീപയുടെ കൃതിയാണ് വുമൺ ഈറ്റേഴ്സ്. അപ്പോൾ VK ദീപയുടെ കൃതിയാണ് വുമൺ ഈറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഒന്നുകൂടി, യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് നേടിയത് VK ദീപ. VK ദീപയുടെ കൃതി വുമൺ ഈറ്റേഴ്സ്. അടുത്ത ചോദ്യം, പൊതുമേഖല എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയത്തിൻ്റെ പുതിയ ചെയർമാൻ ജി കൃഷ്ണകുമാർ. അപ്പോൾ ഒന്നുകൂടി, പൊതുമേഖല എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയത്തിൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ജി കൃഷ്ണകുമാറാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ശ്രീ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഏതാണ്? ശ്രീ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ, ഹൂബള്ളി, കർണാടകയിലാണ്. അപ്പോൾ ഒന്നുകൂടി, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ ശ്രീ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ, ഹൂബള്ളി, കർണാടക. ഇതിൻ്റെ നീളം 1505 മീറ്ററാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ സിദ്ധരുദ്ധ സ്വാമി റെയിൽവേ സ്റ്റേഷനാണ്. അത് ഹൂബള്ളി, കർണാടകയിലാണ്. നീളം 1505 മീറ്ററാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാ രത്നം പുരസ്കാരം നേടിയത് KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. അപ്പോൾ ആരൊക്കെയാണ് 2022 വനിതാ രത്നം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാ രത്നം പുരസ്കാരം നേടിയത്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവരാണ്. നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പാവുദേലാണ്. അപ്പോൾ ഒന്നുകൂടി ചോദ്യം, നേപ്പാളിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പാവുദേലാണ്. അടുത്ത ചോദ്യം, ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അപ്പോൾ ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലീ ചിയാങ് ആണ്. അപ്പോൾ ഒന്നുകൂടി, ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ആയിരുന്നു വെച്ചാൽ അതിന് ഉത്തരം ലീ ചിയാങ്. ചരിത്രത്തിലാദ്യമായി സ്വിസ് ഓപ്പൺ സൂപ്പർ സീരീസ് ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഇന്ത്യൻ സഖ്യം ചിരാഗ് ഷെട്ടി, സായിരാജ്. ഒന്നുകൂടി, ചരിത്രത്തിലാദ്യമായി സ്വിസ് ഓപ്പൺ സൂപ്പർ സീരീസ് ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഇന്ത്യൻ സഖ്യമാണ് ചിരാഗ് ഷെട്ടി, സായിരാജ് സഖ്യം. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രത്തിലാദ്യമായി സ്വിസ് ഓപ്പൺ സൂപ്പർ സീരീസ് ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഇന്ത്യൻ സഖ്യമാണ് ചിരാഗ് ഷെട്ടി, സായിരാജ് സഖ്യം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺനെറ്റിന്റെ 36 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ റോക്കറ്റ് ഏത്? അപ്പോൾ ഒന്നുകൂടി ചോദ്യം, അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺനെറ്റിന്റെ 36 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ റോക്കറ്റാണ് LVM-3. ഓക്കെ, ഏതാണ്? LVM
3. അടുത്ത ചോദ്യം 2023 ആബേൽ പുരസ്കാരം നേടിയതാര്? അപ്പോൾ 2023 ആബേൽ പുരസ്കാരം നേടിയത് ലൂയിസ് കാഫരെല്ലിയാണ്. ഈ ആബേൽ പുരസ്കാരം നൽകുന്നത് ഗണിതശാസ്ത്രത്തിന് നൽകുന്ന സംഭാവനയ്ക്കാണ് ഈ ആബേൽ പുരസ്കാരം നൽകുന്നത്. അപ്പം ചോദ്യം ഒന്നുകൂടി, 2023 ആബേൽ പുരസ്കാരം നേടിയത് ലൂയിസ് കാഫരെല്ലിയാണ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയതാരാണ്? മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ്, അതായത് IPL മാതൃകയിൽ വനിതാ ക്രിക്കറ്റ് ലീഗ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിൽ പ്രഥമ കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസിയാണ്. അതിൽ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീത് കൗർ തന്നെയാണ്. ഹർമൻപ്രീത് കൗർ തന്നെയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടി, പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. അതിൻ്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. അടുത്ത ചോദ്യം, ലോകത്താദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ റോക്കറ്റ്. അപ്പോൾ ഒന്നുകൂടി ചോദ്യം, ലോകത്താദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ടെറാൻ 1. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെ? ഉത്തരം ഹാൻലെ, ലഡാക്ക്. ഒന്നുകൂടി ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെ? ഉത്തരം ഹാൻലെ, ലഡാക്ക്. അടുത്ത ചോദ്യം, CB കുഞ്ഞിരാമൻ സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയതാര്? അപ്പോൾ CB കുഞ്ഞിരാമൻ സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരനാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം സാഹിത്യകാരി. അപ്പോൾ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം സാഹിത്യകാരിയാണ് സാറ ജോസഫ്. അവരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് നാർമടി പുടവ. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം സാഹിത്യകാരിയാണ് സാറ ജോസഫ്. അവരുടെ നാർമടി പുടവ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്